അടുത്തതായി വേദിയിലേക്ക് ആറുമുഖൻ പതിച്ചിറ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമയം എല്ലാവർക്കും നമസ്കാരം. സാധാരണഗതിയിൽ 5 മണിക്ക് എല്ലാ പരിപാടികളും അവസാനിക്കുന്നതാണ്. എന്നിട്ടും 7 മണിയായിട്ടും ഇത്രയും ആളുകൾ ഇവിടെ ക്ഷമയോടുകൂടി, ക്ഷമ എന്നല്ല പറയുന്നത്, രാഷ്ട്രീയ ബോധമുള്ള ആളുകളായതുകൊണ്ടാണത് ഇരിക്കുന്നു എന്നുള്ളത് എന്നെ സത്യത്തിൽ എൻ്റെ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ലോകം ഇന്ന് അതിസങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കെതിരായിട്ടാണ് പണ്ട് മുദ്രാവാക്യം വിളിച്ചിരുന്നത്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏകദേശം ഒരു 16,500-ലധികം ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്ത്യയിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾ എന്ന് പറയുമ്പോൾ അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വായു, ജലം, മണ്ണ്, സൂര്യപ്രകാശം. സൗജന്യമായി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേറ്റുകൾ അവരുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഇടപെടുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ നയപരിപാടികളും പ്രത്യേകിച്ച് സാമ്പത്തിക നയപരിപാടികൾ നടപ്പിലാക്കുക എന്നുള്ള കേവലമായ ഏജൻറ്റ് പണി മാത്രമാണ് ഇന്ത്യ അടക്കമുള്ള വികസ്വര രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ അമേരിക്ക അടക്കമുള്ള വികസിത രാഷ്ട്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മളിവിടെ പലപ്പോഴും വിലപിക്കാറുണ്ട്. ഇപ്പോൾ ഇത്രയും സമയം പല ആളുകളും പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ വിലാപം എന്ന് പറയുന്നത് ആദിവാസി മേഖലയിലെ നിലവിലുള്ള സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള വിലാപമുണ്ട്. ഇത് ഒട്ടനവധി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഈ ലോകം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ശരിയായ ഒരു ദിശാബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കേവലം ആരോഗ്യ പ്രശ്നം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, സാമൂഹ്യ പ്രശ്നം, ഇത്തരം പരിസ്ഥിതി പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. ഇപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് അടിസ്ഥാന രാഷ്ട്രീയം എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും പരിസ്ഥിതിയാണെങ്കിലും മറ്റേത് മേഖലകളിലാണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. അതിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമൂഹികപരമായും സാമ്പത്തികവുമായിട്ടുള്ള വികസനവുമായിട്ട് അതിന് ബന്ധമുണ്ടാകും. അതാണ് രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. നമ്മൾ കാർഷിക മേഖലയിൽ ഒരു പ്രവർത്തനമായാലും ശരി, അല്ലെങ്കിൽ ഒരു വിപണന മേഖലയിലാണെങ്കിലും ശരി, രാഷ്ട്രീയം ആ നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള കോർപ്പറേറ്റുകൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തനം എന്നുള്ളതിൽ നിന്നും, നമ്മൾ ക്യാപിറ്റലിസത്തിന് എതിരാണ് എന്നുള്ള പ്രവർത്തനത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ ക്രോണിക് ക്യാപിറ്റലിസത്തിന് എതിരാണ് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ പ്രവർത്തനം. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ബുദ്ധിജീവികളും അതുപോലെ തന്നെ ഇടതുപക്ഷ ലിബറൽ ചിന്താഗതിക്കാരും ഒക്കെ തന്നെ ക്യാപിറ്റലിസത്തിന് ഇപ്പോൾ എതിർക്കുന്നില്ല. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവ ലിബറൽ ക്രോണിക് ക്യാപിറ്റലിസം പറഞ്ഞാൽ മുതലാളിത്ത ചങ്ങാത്തം. കോർപ്പറേറ്റുകൾ ഇവിടെ വരുന്നതിന് എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ ഭരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷം അടക്കമുള്ള കക്ഷികൾ, ആം ആദ്മി പാർട്ടി അടക്കമുള്ള കക്ഷികൾ കോർപ്പറേറ്റുകളെ എതിർക്കുന്നില്ല. കോർപ്പറേറ്റുകൾ വരണം, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കോർപ്പറേറ്റുകളുടെ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടായേ തീരൂ എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾക്ക്, 2 തരം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വ്യവസ്ഥ പരിപോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വ്യവസ്ഥയെ ദുഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഈ കോർപ്പറേറ്റുകളിൽ ചട്ടുകമായി മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഭാഗമാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ദിവസം വിഷം തിന്നുകൊണ്ടിരിക്കുകയാണല്ലേ.
ഭക്ഷണത്തിലൂടെയല്ല, നമ്മൾ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും വിഷം അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷം നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. മലയാള മനോരമ വായിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. മാതൃഭൂമി വായിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഏഷ്യാനെറ്റും 24 കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ വിഷം ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ട് ചെയ്തു, നമ്മളെന്താ വിചാരിക്കുന്നത്? ഞാൻ തീരുമാനിച്ച് വോട്ട് ചെയ്തു എന്ന്. തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത് നമ്മളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകമാണ് ഈ മാധ്യമം എന്ന് പറയുന്നത്. ഈ മാധ്യമങ്ങളാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇന്ന് BJP ചെയ്യും, നാളെ CPM ചെയ്യും, മറ്റന്നാൾ കോൺഗ്രസിന് ചെയ്യും, ചിലപ്പോൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്കാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും കോർപ്പറേറ്റുകൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭരണകൂടം ഈ കോർപ്പറേറ്റുകളുമായിട്ടുള്ള ചങ്ങാത്തം അതിൻ്റെ ഏറ്റവും പീക്കിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആശ്രയിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ ഭാഗമാണ്. നമ്മളും കോർപ്പറേറ്റുകളുടെ ഭാഗമായി മാറിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ പെരുമാറുന്നതും ആളുകളോട് സംസാരിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ജോസേട്ടനെ കുറിച്ച്, ഷോളയൂർ ജോസേട്ടനെ കുറിച്ചിട്ട് എനിക്ക് ഇത് പറയാം, ഈ മാധ്യമമായിട്ട് ബന്ധമുള്ളത്, ഇത് പറഞ്ഞത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ജോസേട്ടനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. 2002 ഏപ്രിൽ 22-നാണ് പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരായിട്ടുള്ള സമരം തുടങ്ങുന്നത്. അതിൻ്റെ തലേ ദിവസം കൊല്ലങ്കോട് പോലീസ് ഒരു 8 പേരെ KD ലിസ്റ്റിലിട്ടിട്ടുണ്ട്. 8 പേരെ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ 2002 ഏപ്രിൽ 22-നാണ് സമരം തുടങ്ങിയത് പ്ലാച്ചിമടയിൽ. അതിലൊന്നാണ് ആറുമുഖൻ പത്തിച്ചിറ, വിളയോടി വേണുഗോപാലുണ്ട്, വിളയോടി ശിവൻകുട്ടിയുണ്ട്, മാരിയപ്പണ്ണുണ്ട്, മുരുകേശനുണ്ട്, ഒരാൾക്കാർ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. അത് പൊന്തൂവൽ പോലെ അവിടെ എപ്പോഴും ഉണ്ട്. ഈ പറയുന്ന ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, അന്ന് ഈ സമരം തുടങ്ങുന്ന സമയത്ത് മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം മാത്രമേ, ദിനപത്രം മാത്രമേ ഈ പ്ലാച്ചിമടയിലെ കോള സമരത്തെക്കുറിച്ച് എഴുതിയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു കോർപ്പറേറ്റ് കമ്പനിയാണെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആ സമരം നടത്തുന്ന ആദിവാസികൾ എന്നുള്ളത് കൊണ്ടാണ് മറ്റ് വ്യവസ്ഥാപിത മാധ്യമങ്ങളൊന്നും തന്നെ എഴുതാതിരുന്നത്. അതിൽ 3 മാസമായിട്ടും ഒരു പത്രവും ഈ സമരം നടക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സമര പരിപാടി തീരുമാനിച്ചു. അണിക്കോട് ജംഗ്ഷനിൽ വെച്ചിട്ട് പുലർച്ചെ 3:30 ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വിചാരം ഇനി ബോംബാണെന്നാണ്. ഇതേ ജോസേട്ടനെ ഒരു പേപ്പർ കഷ്ണമാണ് ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ചുരുട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഒരു ഭാഗത്ത് ഞാനും വിത്തനശ്ശേരി ബാനു, അതുപോലെ തന്നെ പ്ലാച്ചിമട കണ്ണദാസൻ, ശിവേട്ടൻ, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുതലാളിത്ത പത്രം തൊലയട്ടെ, നോ കോള, നോ പെപ്സി, വി വാണ്ട് ഡ്രിങ്കിങ് വാട്ടർ, ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ 5000-ഓളം വരുന്ന പത്രക്കെട്ടുകൾ അവിടെ കത്തിക്കുകയാണ്. കത്തിക്കുന്ന സമയത്താണ് ജോസേട്ടൻ ഒന്നും ചെയ്യുന്നില്ല. ജോസേട്ടൻ വലത് കയ്യിൽ ഇത്ര വലുപ്പമുള്ളൊരു പേപ്പർ കഷ്ണം ചുരുട്ടി പിടിച്ചിട്ട് വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. ഇത് ഈ പത്രം വിതരണം ചെയ്യുന്ന പത്രം അവിടെ കൊണ്ട് ഇടുകയാണ്. അവിടെ ഏജൻറ്റുമാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ഗ്രാമം അങ്ങനെ ഉണരുകയാണ്. അണിക്കോട് ജംഗ്ഷൻ ആ ഉണരുന്ന സമയത്ത് കേൾക്കുന്ന മുദ്രാവാക്യമാണ് ഈ പറയുന്ന കുത്തകപ്പത്രം തൊലയട്ടെ, കൊക്കക്കോള തൊലയട്ടെ എന്ന് പറഞ്ഞ വലിയ ഉച്ചത്തിലുള്ള ശബ്ദം, ജോസേട്ടൻ്റെ ശബ്ദം, കയ്യിൽ ഈ സാധനം ഇടത്തെ കയ്യിൽ. അപ്പോൾ ആളുകൾ എല്ലാവരും ഞങ്ങൾ കൂടെ പോയ ആളുകളും വിചാരിച്ചു ഈ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിക്കും. അപ്പോൾ അതിന് ഈ സമരം തുടങ്ങി 3 മാസമായിട്ടും ഈ സമരം മുന്നോട്ട് പോക്കില്ല എന്ന് പറയുമ്പോൾ ആരും ഒരു അനക്കവുമില്ല. ആ സമയത്താണ് ഈ സമരത്തിൽ ഈ സമരത്തെക്കുറിച്ച് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവേട്ടൻ അവിടെ വരുന്നത്, പ്ലാച്ചിമടയ്ക്ക് വരുന്നത്. ഒരു പൊതുപരിപാടി നടക്കുകയാണ്. ആ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലാളി സംരക്ഷണ സമിതിയുടെ ഒരു യോഗം നടക്കുകയാണ്. ഈ തൊഴിലാളി സംരക്ഷണ സമിതി ആരാണെന്നറിയാം? INTUC, CITU, BMS, AITUC. ഈ 4 ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് തൊഴിൽ സംരക്ഷണ സമിതി പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിട്ട്, ആ സംഘടനയുടെ നേതൃത്വത്തിൽ കൊക്കക്കോളയുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന പൊതുയോഗത്തിൽ വെച്ചിട്ട് അവർ ആഹ്വാനം ചെയ്യാണ്, അണികൾക്ക് ആഹ്വാനം ചെയ്യാണ്, നിങ്ങളുടെ തൊഴിലിനെ ഭീഷണി സൃഷ്ടിക്കുന്ന ഈ സമരക്കാരെ
വാളുകൊണ്ട് അരിഞ്ഞ് വീഴ്ത്തണമെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് സമരം നടത്തുന്ന സമയമാണ്. അപ്പോൾ ഈ സമരം വീക്ഷിക്കാൻ വേണ്ടി ശിവേട്ടൻ അന്ന് അവിടെ വന്നിരുന്നു. അപ്പോഴാണ് ശിവേട്ടനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അന്ന് ഈ സമരത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിരുന്നില്ല. അന്ന് പോരാട്ടത്തിൻ്റെ രാവണിയേട്ടനും ഹേമ ടീച്ചറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ശിവേട്ടനുമായി സംസാരിച്ചു. എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കല്ലറ ബാബു അടക്കമുള്ള 8 പേര് 24 മണിക്കൂർ ഈ കൊക്കക്കോള സമരം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവേട്ടനെയും കൂടി സമരസമിതിയിൽ അന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സമരസമിതിയിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഓഗസ്റ്റ് 6-ാം തീയതി സായിബാബ, നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, പീപ്പിൾസ് റെസിസ്റ്റൻറ്റ് ഫോറം, അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് അദ്ദേഹം ജയിൽ മോചിതനായി നിര്യാതനായിരുന്നു. അദ്ദേഹത്തെ പാച്ചിമടിയിൽ കൊണ്ടുവരികയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസേട്ടൻ നിരന്തരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പ്ലാച്ചിമടിയിൽ താമസിച്ചുകൊണ്ട് തന്നെ അവരെന്ന് പറഞ്ഞാൽ പ്ലാച്ചിമടക്കാരുടെ, ആദിവാസികളുടെ എന്ന് മാത്രമല്ല പ്ലാച്ചിമടക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പരിഹാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഞങ്ങൾക്കൊക്കെ അറിയാം, വളരെ ദാരിദ്ര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാൻ സഹധർമ്മിണിയെ അവിടെ ഒറ്റയ്ക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ വരുമാനവും ഉപേക്ഷിച്ചുകൊണ്ട്, ജീവനോപാധി ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരം ഒരു പോരാട്ട വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഒരു സമർപ്പണം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമത്വത്തിൻ്റെയും പട്ടിണിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ അനീതിയുടെയും അതിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ധാരയിൽ ഉറച്ചു നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മരണം വരെയും പ്രവർത്തിച്ച ഒരു പോരാളി, ആ പോരാളിക്ക് ആ പോരാളിയെ നമ്മൾ കനൽ പോലെ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ട് പോകേണ്ടതുണ്ട്. നമ്മൾ വടക്കൻ ജില്ലയിൽ മണികണ്ഠനെ പോലെ, അതുപോലെ തന്നെ എത്രയോ ഉപരി ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജോസേട്ടൻ്റെ ഓർമ്മ നമുക്കതിനൊരു തിരിനാളം പോലെ തന്നെ, ഒരു തീക്കനൽ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അത് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ യോഗത്തിൽ എന്നെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ച സംഘാടകർക്ക് പ്രത്യേകം കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി വേദിയിലേക്ക് NG ശിവൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സാക്കളെ, ആദ്യമായി ഒരു ക്ഷമാപണം നടത്തുകയാണ്. രാവിലെ 9 മണിക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് ഞങ്ങൾ 3 സാക്കൾ. ഒരു 10 മണിക്കുള്ള വണ്ടിക്ക് വരാമെന്നുള്ള ധാരണയിലാണ് വന്നത്. പക്ഷേ ആ വണ്ടി വന്നപ്പോൾ ഏകദേശം 12:30 കാലമായി. വന്നു എന്ന് മാത്രമല്ല, അതിൽ കയറി ഇവിടെ ഇറങ്ങുമ്പോൾ 6 മണിയായി. 6 മണി കഴിഞ്ഞു ഇവിടെ ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത് ഒരുപാട് സമയം വൈകി. അതിൻ്റെ പേരിൽ നമ്മളൊരു ക്ഷമാപണം നടത്തുകയാണ്. ജോസേട്ടൻ അനുസ്മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സഖാവ് സൂചിപ്പിച്ചതുപോലെ, സഖാവിന് എന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. ഗിരീഷിനറിയും, ഒരു സത്യനും ഗിരീഷും ഉണ്ടായിരുന്നു. അതിൽ സത്യനാണ് ഞാൻ. ഇപ്പം ശിവൻ എന്ന് പറഞ്ഞു മാത്രം, യഥാർത്ഥ പേര് ശിവനാണ്. അന്ന് നമ്മുടെ പാർട്ടിയുടെ തീരുമാനം അതായിരുന്നു. അപ്പോൾ പേര് അങ്ങനെ പറയേണ്ട, വേറൊരു പേര് പറയാനായിരുന്നു തീരുമാനം. അതുകൊണ്ട് സത്യം എന്ന് പറഞ്ഞത് മാത്രം. ഒരു ഗിരീഷും ഉണ്ടായിരുന്നു, ഷാൻസിംഗ് എന്ന് പറയും, ശബരി. അപ്പോൾ അത് ഓരോ ജില്ലയിലും ഓരോ പേരാണ്. അപ്പം അങ്ങനെ ജോസേട്ടനെ അനുസ്മരിക്കുമ്പോൾ, ജോസേട്ടൻ ഇല്ലാത്ത 3 വർഷങ്ങളാണ് നമുക്ക് കടന്നു പോയിരിക്കുന്നത്. അത് ആ 3 വർഷം കൊണ്ട് തന്നെ സമൂഹത്തിൽ ജോസേട്ടൻ സ്വപ്നം കണ്ട വിപ്ലവത്തിനും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് ഇതൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആളുടെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആളുടെ വീക്ഷണങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനാണ് കഴിയുക. ഏറെക്കാലത്തെ അടുത്ത ബന്ധമൊന്നും ജോസേട്ടനായിട്ടില്ലെങ്കിലും അങ്ങനെ ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും അടുത്തിടപഴകുന്നത് പ്ലാച്ചിമട സമരത്തിലാണ്. മാസങ്ങളോളം സഖാവ് പറഞ്ഞ
ആ സായിബാബ സഖാവിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ 2 മാസം മുമ്പോളം നമ്മളവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ സംഭാവന പിരിക്കാനും മറ്റ് സമരത്തിലേക്ക് ആളുകളെ സംഘടിപ്പിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ കോളനികളിലേക്കും ക്യാമ്പയിന് വേണ്ടി പോയിരുന്നത് ഞാനും ശബരിയും ജോസേട്ടനൊക്കെയും സഖാവും ഒക്കെ ആയിരുന്നു. അന്ന് ജോസേട്ടൻ പാടിയിരുന്നൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടാവുമെന്നറിയില്ല സഖാവിന്. അതൊന്ന് പാടാതെ സഖാവിനെ അനുസ്മരിക്കുന്നത് അത്ര ശരിയായിരിക്കും തോന്നുന്നില്ല എനിക്ക്. വലിയ ഈണത്തിലൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് രണ്ടുപേരും പാടാം. പദം പദം മുറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. നവം നവം രണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാം പുതിയ കേരളം മനോഹരം. ഏറുമൈക്യ ശക്തി തൻ ശോഭനാവലാഹകൾ, പാറിടട്ടെ വിണ്ണിലൈക്യ കേരള പതാകകൾ. മാ ചേരുവിൻ യുവാക്കളെ, പോരുവിൻ സഖാക്കളെ, ചോരയെങ്കിൽ ചോരയാലി കേരളം വരയ്ക്കുവാൻ. സമത്വ സസ്യശ്യാമളം സമൃദ്ധിയാൽ സുകോമളം, ജനാധിപത്യ കാഹളം ജയിക്കുമൈക്യ കേരളം. ഇതാണ് ആ പാട്ട്. ഇതെല്ലാ ദിവസവും സംഭാവന പിരിക്കാനും ക്യാമ്പയിൻ നടത്താനൊക്കെ ആയിട്ട് പോകുമ്പോൾ ജോസേട്ടൻ പാടാറുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടും, വൈകുന്നേരം ആയാലും ഇത് തന്നെ പാടും. അപ്പോൾ അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ഈ ഒരു ഗാനം ആലപിക്കണം തോന്നി ആലപിച്ചു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഈണവും മറ്റു കാര്യങ്ങൾക്കും പരിമിതികളൊക്കെ ഉണ്ടാവാം, ക്ഷമിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വെച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ഒട്ടനവധി രക്തസാക്ഷികളുണ്ട്. ഇതൊരു അക്ഷരപ്പശകല്ല കേട്ടോ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെന്ന് പറഞ്ഞത് അക്ഷരപ്പശകല്ല, വളരെ ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരെങ്ങനെയാണ് രക്തസാക്ഷിയാവാൻ ചോദിക്കും. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന്. എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ പല വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ. ജീവിച്ചിരിക്കുന്നത് പോലും രക്തസാക്ഷിയായിട്ടാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഞാനത് അക്ഷരത്തെറ്റായിട്ടോ അല്ലെങ്കിൽ വികാരപരമായിട്ടോ പറഞ്ഞതല്ല, വളരെ ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ്. പക്ഷേ ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രക്തസാക്ഷികളിൽ നിന്നും ജോസേട്ടനെ വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്രയും താൻ സ്വപ്നം കാണുന്ന ലോകത്തിന് വേണ്ടി ജീവിച്ച ആളാണ് ജോസേട്ടൻ. മാത്രമല്ല വിപ്ലവം അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനം അതിനുവേണ്ടി മാത്രം ജീവിക്കുക. ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും തിരുത്തൽവാദം എന്ന ചെളിക്കുണ്ടിൽ വീഴുകയും പിന്നീട് തിരുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അവസ്ഥയെ ജോസേട്ടൻ ഉണ്ടായിട്ടില്ല. ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടായ കാലം മുതൽ, വിപ്ലവമാണ് ശരിയെന്ന് തിരിച്ചറിവുണ്ടായ കാലം മുതൽ അവസാനം വരെ, മരണത്തിൻ്റെ കാലഘട്ടം വരെ ആ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ വിപ്ലവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും താൻ മാവോയിസ്റ്റാണെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പോലും, ഷോളൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പറയാൻ പോലും തയ്യാറായ ആളാണ് ജോസേട്ടൻ. അപ്പോൾ അവർക്കറിയാം ജോസേട്ടൻ നിഷ്കളങ്കനാണ്, പ്രശ്നക്കാരനല്ല. ജോസേട്ടൻ അവിടെ ഇരിക്കുമെന്ന് പറയും, കുറച്ച് കഴിഞ്ഞാൽ ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് പൊക്കോ വീട്ടിൽ പോയിക്കൊടുത്തു എന്ന് പറയുന്ന തലത്തിലേക്ക് പോലും നേരിട്ട് എത്തുന്ന ഒരവസ്ഥയാണ്. അത്ര നിഷ്കളങ്കമായ മനസ്സിനുടമയാണ് ജോസേട്ടൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വിപ്ലവത്തിൻ്റെ പക്ഷമാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ജോസേട്ടൻ സ്വപ്നം കണ്ട ലോകം വിപ്ലവമാണ്. അങ്ങനെയാണെങ്കിൽ ആ വിപ്ലവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന തലത്തിലേക്ക് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മാത്രമാണ് ജോസേട്ടനെ അനുസ്മരിക്കാൻ നമുക്ക് അർഹതയുണ്ടാവുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് റിനു അവറുകളെ സ്വാഗതം ചെയ്യുന്നു. നേരം വൈകി പോയി, കുറച്ച് വാക്ക് പറയാം. ഇന്ന് ജോസേട്ടൻ സാക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, വെളിയിലുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ജോസേട്ടൻ ആദിവാസി മേഖലയിൽ എത്തപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, ആദിവാസി മേഖലയിൽ ജോസേട്ടനും തമ്മിലുള്ള ആശയപരമായ ബന്ധം എന്താണ്? നമുക്ക് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ആദിവാസി വിഭാഗം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെമ്പാടും പീഡിപ്പിക്കപ്പെടുന്നത്? നമ്മൾ ആദിവാസി എന്ന് പറയുമ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും തന്നെ ആദിവാസി മേഖലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരെല്ലാവരും ആദിവാസികളെ, എല്ലാവരും നമ്മൾ ഈ കൂടിയിരുന്ന എല്ലാവരുടെയും പൂർവികർ ആദിവാസി വിഭാഗമാണ്. ആ ആദിവാസി വിഭാഗത്തിൽ നിന്ന് നാഗരിക സംസ്കാരം ഉടലെടുത്തിട്ട് ആ നാഗരിക സംസ്കാരത്തിൽ നിന്ന് നാടായിട്ട് മാറുകയും അങ്ങനെ ആദിവാസി അല്ല എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദിവാസി പ്രത്യേക സെക്ഷൻ എന്ന രീതിയിലേക്ക് ആദിവാസി വിഭാഗം കാണുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം, യഥാർത്ഥത്തിൽ ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു സവിശേഷത, അത് ഒരു 31 ലക്ഷം കൊല്ലത്തോളം ഉള്ള മനുഷ്യൻ്റെ ഒരു ചരിത്രത്തിൻ്റെ
ഒരു സത്തേന അവർ പേറുന്നുണ്ട്. അതെന്തായിരുന്നു ആ സത്ത? സ്വകാര്യ സ്വത്തില്ലാതെ ഒരു ലോകം. സ്വകാര്യ സ്വത്താണ് സ്വാർത്ഥത, അല്ലെങ്കിൽ എനിക്ക് ഞാനെന്നുള്ള ബോധത്തിൻ്റെ ആ സ്വാർത്ഥതയെ കൊണ്ടുവരുന്ന ഘടകം ചരിത്രത്തിൻ്റെ അകത്ത് സ്വകാര്യ സ്വത്താണ്. അപ്പോൾ സ്വകാര്യ സ്വത്തില്ലാതെ എന്ന് പറയുന്നത് 10-31 ലക്ഷം കൊല്ലത്തോളം മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ അകത്ത് ഒരു 6.5 ലക്ഷം കൊല്ലം മാത്രമേ എന്തുള്ളൂ, എൻ്റെ സ്വത്ത്, നിങ്ങളുടെ സ്വത്ത്, സ്വകാര്യ സ്വത്തുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ആവിർഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ സ്വകാര്യ സ്വത്തുള്ള സാമൂഹ്യ വ്യവസ്ഥയിൽ ഭിന്നമായിട്ട് സ്വകാര്യ സ്വത്തിൻ്റെ ബോധമില്ലാതെ ഒരു കലക്റ്റീവ് നാം എന്നും നമ്മളെന്നും ഉള്ള ഒരു ബോധമുള്ള ഒരു ജനതയാണ് ഇന്നും ആദിവാസി വിഭാഗം. ഇപ്പോൾ ജോസേട്ടനെ പോലുള്ള ഒരു സഖാവ് സ്വകാര്യ സ്വത്തില്ലാതെ അല്ലെങ്കിൽ 31 ലക്ഷത്തോളം കൊല്ലത്തെ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ അകത്ത് ഞാനെന്നോ എന്നെയെന്നോ എനിക്കെന്നോ ബോധമില്ലാതെ ഞങ്ങളെന്നും നാമെന്നുള്ള ബോധമുള്ള. എന്തുകൊണ്ടാണത് പറയുന്നത്? 2018 ഒരു ജനറ്റിക് സയൻസിൻ്റെ ഒരു പഠനം പറയുന്നത് റോമാ സാമ്രാജ്യത്തെ ഇല്ലാതാക്കിയ ജർമാനിക് ആദിവാസി വിഭാഗത്തെ AD 6-ാം നൂറ്റാണ്ടിലാണ് റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുന്നത്. അങ്ങനെ അടിമത്തത്തെ ഇല്ലാതാക്കുകയാണ് ഈ 2 ആദിവാസി വിഭാഗം. ജർമാനിക് ആദിവാസി വിഭാഗവും സ്ലവേനിക് ആദിവാസി വിഭാഗവും സംയുക്തമായിട്ട് നിന്നുകൊണ്ട് ലോക അടിമത്തത്തിൻ്റെ നെടുങ്കോട്ടയായ റോമാ സാമ്രാജ്യത്തെ ആയുധമെടുത്ത് ആക്രമിക്കുക. അങ്ങനെയാണ് അടിമത്തം എന്ന് പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥ ഇല്ലാതാവുകയും പുതിയ ഒരു സാമൂഹ്യ വ്യവസ്ഥ, നാടുവാഴിത്തം എന്ന സാമൂഹ്യ വ്യവസ്ഥ ഈ 2 ആദിവാസി വിഭാഗത്തിൻ്റെ ആക്രമണത്തിൽ തകർന്നടിയാണ്. അപ്പോൾ പറഞ്ഞു പോകുന്ന സാധനം ഈ അടിമത്തത്തിനെ ഇല്ലാതാക്കിയ ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ബോധം, അവരുടെ അഹംബോധത്തിനെ പറ്റിയിട്ടുള്ള പഠനം പറയുന്നത്, ജനറ്റിക് സയൻസ് പറയുന്നത് അഹംബോധമില്ലായിരുന്നു എന്നുള്ളതാണ്. 2018 പഠനം അഹംബോധം, എനിക്ക് ഞാനെന്നുള്ള ബോധം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബേപ്പൂരുകാരുടെ ബോധം പോലെ, ബേപ്പൂരുകാർ ഞാനെന്ന് പറയില്ല, നമ്മൾ എന്നാണ് പറയുക. നമ്മൾ പാലക്കാട് ചിലപ്പോൾ നമ്മുടെ പേരെന്താന്ന് പറയും, നമ്മൾ. അപ്പോൾ ഇങ്ങനെ അഹംബോധമില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ, ഈ സാമൂഹ്യ വ്യവസ്ഥയുള്ള ഒരു ജനത, അത് സ്വകാര്യ സ്വത്തില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാകുന്നൊരു ബോധമാണ്. അപ്പോൾ ഈ സ്വകാര്യ സ്വത്തിൻ്റെ അകത്തുനിന്ന് ഇല്ലാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇല്ലാതെ ഈ ബോധമാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ, ജോസേട്ടൻ്റെ ആശയം. ഈ 6000 വർഷം മുമ്പേയുള്ള സ്വകാര്യ സ്വത്തില്ലാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ നിലവിലുള്ള പുരോഗതിയൊക്കെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ പൈസക്കാരും പാവപ്പെട്ടവരും തമ്മിൽ വിഭജനം സൃഷ്ടിക്കുന്നതിൻ്റെ ആധാരമായ സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ 6500 വർഷം മുമ്പേ ഉള്ള ഈ സ്വകാര്യ സ്വത്തില്ലാത്ത കമ്മ്യൂണിസം, നമ്മളതിന് പറയുക പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിസം, ഇത് ആദിവാസി വിഭാഗമായിരുന്നു, ഇവരൊക്കെ ആദിവാസി വിഭാഗമായിരുന്നു. 6500 വർഷം മുമ്പേ ഒക്കെ ആദിവാസി വിഭാഗമായിരുന്നു, ഗോത്രങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്തില്ലാതെ, ഭരണകൂടമില്ലാതെ, ധനികനും ദരിദ്രവും ഇല്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന ആദിവാസി വിഭാഗങ്ങൾ. ഈ ആദിവാസി വിഭാഗങ്ങളുടെ ഈ സാമൂഹ്യ വ്യവസ്ഥ, ആ ഭരണകൂടം, ഇതാണ് കമ്മ്യൂണിസ്റ്റ്. ഇപ്പോൾ ജോസേട്ടൻ്റെ ആശയം എന്ന് പറയുന്നത് ഇതാണ് കമ്മ്യൂണിസം. ഈ 6000 വർഷം മുമ്പേയുള്ള 31 ലക്ഷം കൊല്ലത്തോളം മനുഷ്യൻ്റെ സത്ത, ആന്തരിക സമാധാനം, ആന്തരിക സംഘർഷമില്ല, ടെൻഷനില്ല, മത്സരങ്ങളില്ല, എല്ലാവരും തുല്യരാണ്, സ്ത്രീയും പുരുഷനും തമ്മിൽ നിന്നുള്ള പുരുഷാധിപത്യമില്ല, ജാതീയപരമായ അടിച്ചമർത്തലുകളില്ല, ദേശീയപരമായ ആകെ ഉള്ളത് ഗോത്രവും തമ്മിലുള്ള സംഘടന, ആന്തരികമായ സമാധാനം, ആന്തരികമായ അനുഭൂതി, ആന്തരികമായ സന്തോഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ജനത. ഈ ജനതയുടെ ഇതാണ് ഈ ഗോത്ര സമൂഹം. 1.5 ലക്ഷം വരുന്ന ആദിവാസി വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് മോർഗൻ, നരവംശാസ്ത്രത്തിൻ്റെ പിതാവ്. 1867 അമേരിക്കൻ ശാസ്ത്ര സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന നരവംശാസ്ത്രത്തിൻ്റെ പിതാവായ ഹെൻറിക് മോർഗൻ പറയുന്നത് 1.5 ലക്ഷത്തോളം വരുന്ന ആദിവാസി വിഭാഗത്തിനിടയിൽ പോലും ഭരണകൂടമോ വർഗ്ഗങ്ങളോ എന്നൊരു ധനികനും ദരിദ്രരോ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്വകാര്യ സ്വത്തില്ലാത്ത ഈ ആദിവാസി വിഭാഗം, അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണം, ചരിത്രത്തിൻ്റെ ശക്തിയെ തിരിച്ചു പിടിക്കലാണ് ജോസേട്ടൻ്റെ ആശയം. ഈ സ്വകാര്യ സ്വത്തില്ലാതെ ഈ 31 ലക്ഷത്തോളം കൊല്ലത്തെ മനുഷ്യൻ്റെ ആ ചരിത്ര ശക്തിയെ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം? സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തെ സംവിധാനത്തിനെ തകർക്കണം. അത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് തകർക്കണം. ഇതാണ് ജോസേട്ടൻ്റെ ആശയം. അപ്പോൾ ഈ ആശയത്തിന് ആരാണ് ഭൗതികമായിട്ടുള്ളത്? ആദിവാസി വിഭാഗത്തിൻ്റെയാണ്. ഇന്ത്യയിൽ ഇന്നും ആദിവാസി, കാരണം നമ്മൾ പറയുന്ന ആശയം ഇപ്പോഴും കൂട്ടായ്മയുടെ
അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്വത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്വകാര്യ സ്വത്തില്ലാത്ത ഒരു ബോധം. അതുകൊണ്ടാണ് ഈ സ്വകാര്യ സ്വത്തിലുള്ള ശക്തികൾക്ക് അവരെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്നത്. സ്വകാര്യ സ്വത്തിൻ്റെ ബോധമല്ല, എനിക്ക് 1 ഏക്കർ വേണം, എനിക്ക് 2 ഏക്കർ വേണം, എനിക്ക് 10 സെൻറ്റ് വേണം എന്നുള്ള ബോധമില്ലാതെ കൊണ്ട് സ്വകാര്യ സ്വത്തിലുള്ള ശക്തികളായി ഈ പാവങ്ങളെ എന്ത് ചെയ്യുന്നു? അടിച്ചെടുക്കുകയാണ്, ഭൂമി അടിച്ചെടുക്കുകയാണ്, വളയ്ക്കുകയാണ്. അട്ടപ്പാടിയിൽ വളച്ചെടുക്കുകയാണ്, വയനാട്ടിൽ വളച്ചെടുക്കുകയാണ്. ഈ പാവങ്ങൾക്ക് അറിയില്ല, സ്വകാര്യ സ്വത്ത് അറിയില്ല, അവർക്കറിയില്ല, അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അറിയില്ല. ഈ പാവങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആ പാവങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ജോസേട്ടനെ പോലെയുള്ള സഖാക്കൾ അവിടെ പോയിട്ട് പറയുന്നു, ഇതാണ് ഈ സ്വകാര്യ സ്വത്തുള്ള ഈ ലോകത്തിന് ഇല്ലാതാക്കണം. ഇതാണ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, സ്വകാര്യ സ്വത്തില്ലാത്ത ചരിത്രമാണ് മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെയാണ് ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ ചരിത്രത്തിൻ്റെ അകത്ത് ആവിർഭവിക്കുന്നത്. സ്വകാര്യ സ്വത്തും പൊതുസ്വത്തും തമ്മിലുള്ള വിഷയങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, കൊറോണ കാലത്ത് ബ്രസീലിയൻ കാടുകളിൽ മുഴുവൻ തന്നെ എന്ത് ചെയ്യുന്നു? 2.5 കേരളത്തിൻ്റെ വലിപ്പമാണ് കത്തിച്ചെടുക്കുന്നത്. ആരാണ് ചെറുത്തുന്നത്? സ്വകാര്യ സ്വത്തില്ലാത്ത ജനതയാണ് ചെറുത്തുന്നത്. ആ യുവാവിനെ കൊന്നുകളഞ്ഞു മുതലാളിത്ത ശക്തികൾ. ബ്രസീലിയൻ മുതലാളിത്ത ശക്തികൾ കൊന്നുകളഞ്ഞു ആ ചെറുപ്പക്കാരനെ, ആദിവാസി ചെറുപ്പക്കാരനെ. ഇന്ന് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ആമസോൺ കാട് കത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ കോർപ്പറേറ്റുകൾ വായുവിനെ സ്വകാര്യവൽക്കരിക്കുന്നു, പ്രകാശത്തിനെ സ്വകാര്യവൽക്കരിക്കുന്നു, സ്പേസിനെ, അന്തരീക്ഷത്തിനെ സ്വകാര്യവൽക്കരിക്കുന്നു. ഈ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ജീവജാലങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു. ജീവജാലങ്ങൾ ഇല്ലാതാകാൻ പോവുകയാണ്, 6ാമത്തെ വംശനാശം സംഭവിക്കാൻ പോവുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ഐൻസ്റ്റീന് ശേഷം, നമുക്ക് ഐസക് ന്യൂട്ടന് ശേഷം ഐൻസ്റ്റീനാണ് പിന്നീട് പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ. ഐൻസ്റ്റീൻ പറയുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ ജീവജാലങ്ങൾ ഇല്ലാതാവും. അത് 2600 ഭൂമി ഒരു തീഗോളമായി മാറും. 2017 ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ 15,000 സയൻറ്റിസ്റ്റുകളുടെ ഒരു അന്ത്യശാസ്ത്ര റിപ്പോർട്ടുണ്ടായിരുന്നു. ചൂട് 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടുകയാണെങ്കിൽ 2030 കൂടി ഭൂമിയിൽ ജീവജാലങ്ങൾ ഇല്ലാതാകും. എന്താണ് ഈ മനുഷ്യൻ്റെ വികസന പ്രവർത്തനം? എന്താണ് വികസന പ്രവർത്തനം? അത് കൊള്ളയാണ്. പുത്തൻ കൊള്ളയിൽ കൊള്ള, മുതലാളിത്തത്തിൻ്റെ കൊള്ള. ആ മുതലാളിത്തത്തിൻ്റെ കൊള്ളയുടെ തലതിരിക്കപ്പെട്ട പേരായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ വികസനം നടപ്പിലാക്കുകയാണ്. ഇന്ന് ഭൂമിയിൽ 1970 ശേഷം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ ഒരു വെളിപ്പെടുത്തൽ, അതിൻ്റെ ഒരു സംഘടന, അത് വേൾഡ് വൈൽഡ് ഓർഗനൈസേഷൻ ഫണ്ട്, അതൊരു സംഘടന. ആ സംഘടന കഴിഞ്ഞ ഒരു മാസം മുമ്പേ അവരുടെ ഒരു റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത്? 1970 ശേഷം കാടിലുള്ള 2 മൃഗസംഖ്യ ഇല്ലാതായി. ഇത് രാഷ്ട്രീയക്കാർ ഉറച്ചു വെക്കുകയാണ്. മാഞ്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ശാസ്ത്രജ്ഞർ പറഞ്ഞു കഴിഞ്ഞു, 2030 ആകുമ്പോഴേക്കും ഭൂമിയിൽ വംശനാശത്തിന് തുടക്കം കുറിക്കും. ആരാണ് കാരണം? മുതലാളിത്തം, കോർപ്പറേറ്റുകൾ. ഇന്ന് ഇപ്പോഴേ പറക്കുന്ന പെൻഗ്വിനില്ലാതായി, 40 ലക്ഷം പെൻഗ്വിനുകളില്ലാതായി. എങ്ങനെയാണ്? നമ്മുടെ ഓക്സിജൻ അളവ് കുറയാണ്. കടലിലുള്ള സസ്യങ്ങൾ 78% ഓക്സിജൻ കടലിലെ സസ്യങ്ങളാണ്. കടലിലെ മുതലാളിത്തം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, ആ പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക്കുകളിൽ സസ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞു ഓക്സിജൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഭൂമിക്ക് മേലുള്ള ഓക്സിജൻ്റെ 78% കടലിലെ സസ്യങ്ങളാണ്. പസഫിക് മേഖല മുഴുവൻ തന്നെ സസ്യങ്ങൾക്ക് പോലും, പ്ലവകങ്ങൾ പോലുള്ള കടൽ സസ്യങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കുഞ്ഞു മീനുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ മീനുകൾക്ക് തിന്നുന്ന പക്ഷികൾക്ക് കൊഴിഞ്ഞു വീഴുകയാണ്. 40 ലക്ഷത്തോളം വരുന്ന പെൻഗ്വിനുകളാണ് കൊഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ഭൂമിയിൽ ഒരു വംശനാശം എന്ന് പറയുന്ന സംഭവം മുതലാളിത്തത്താൽ സൃഷ്ടിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ശമ്പളം ഏർപ്പെടുത്തിയ ഒരു മഹാനായ ഭരണാധികാരി ഉണ്ടായിരുന്നു. വീട്ടിലെ സ്ത്രീകൾക്ക് ശമ്പളം, കാരണം പുരുഷൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം വീട്ടിലെ സ്ത്രീയുടെ അധ്വാനമാണ്. ഇത് തിരിച്ചറിഞ്ഞു ഹ്യൂഗോ ഷാവേസ് എന്ന് പറഞ്ഞ ഒരു വിപ്ലവകാരി. അങ്ങനെ ഈ വിപ്ലവകാരി പറഞ്ഞു, സ്ത്രീകൾക്ക് പുരുഷൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം സ്ത്രീയുടെ അധ്വാനമാണ്, അതുകൊണ്ട് സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കണം. ഈ ഹ്യൂഗോ ഷാവേസ് വെനിസ്വേലിയൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു, ഈ പ്ലാനറ്റിനെ, ഈ ഗ്രഹത്തെയും കൊണ്ട് മുതലാളിത്തം പോവും, ആത്മഹത്യയിലേക്ക് പോകും. അതുകൊണ്ട് 1 മിനിറ്റ് പോലും വെറുതെ ഇരിക്കരുത് വിപ്ലവകാരികൾ. മുതലാളിത്തത്തിന് എതിരായിട്ട് നിരന്തരമായ സമരത്തിൽ കൂടി ഈ ഭൂഗോളത്തിനെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്.
അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ജോസേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് കോർപ്പറേറ്റുകളും തൊഴിലാളി വർഗവും മാത്രമല്ല, കോർപ്പറേറ്റുകളും ഭൂമിയും തമ്മിലൊരു വൈരുദ്ധ്യം നിറഞ്ഞ് മൂർച്ഛിച്ചിരിക്കുകയാണ്. കോർപ്പറേറ്റുകളും കാലാവസ്ഥ നമുക്കറിയാം. മറ്റേ ഇവിടെ പിന്നെ മുണ്ടക്കൈയിൽ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ. എന്താണ് ആഗോളതാപനം? എന്താണ് ആഗോളതാപനത്തിന് കാരണം? എല്ലാ ശാസ്ത്രം പറയുമ്പോൾ ആഗോളതാപനമാണെന്നും ആ ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് കടലിലെ നിറല് ആ ചൂട് കൂടിയിട്ട് അതെങ്ങനെ നിറല് പിന്നെ ഈ ഇവിടെ അതിതീവ്ര മഴയുണ്ടാകും. എന്താണ് ആഗോളതാപനത്തിന് കാരണം? 45,000 കോടി മെട്രിക് ടൺ കാർബൺ വാതകങ്ങൾ മുതലാളിത്തം നിറഞ്ഞു നീങ്ങുന്നു. 1740 മുതൽ മുതലാളിത്തത്തിൻ്റെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മുതലാളിത്തം പറത്തിവിട്ടതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പുതപ്പ് ഈ 45,000 കോടി മെട്രിക് പുതപ്പ് എന്നുള്ള ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ പുതപ്പായി നിൽക്കുകയാണ്. സൂര്യൻ്റെ മേളിൽ നിന്ന് വരുന്ന ചൂട് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അത് ഈ പുതപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഈ കാർബൺ വാതകങ്ങളുടെ ഈ പുതപ്പ് എങ്ങനെയാണ്? അത് നഗരവൽക്കരണം, കാട് കൊള്ളയടിക്കുക. കാരണം കാട് എന്ന് പറയുന്നത് എന്താണ്? കാട് കത്തിക്കുകയാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഇല്ലാതാക്കിക്കൊണ്ട് അത് കരിയായിട്ടും നൈട്രജനായിട്ടും വെള്ളമായിട്ടും നിന്നൊരു പച്ചത്തലപ്പിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിപ്പിക്കുകയും ഒരു ഭാഗത്ത് ശുദ്ധമായ വായു സൃഷ്ടിക്കുകയും ചെയ്യുന്ന മരങ്ങൾ, കാടുകളെ മുതലാളിത്തം ഇല്ലാതാക്കുന്നു. ഇന്ത്യയിൽ മാത്രം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പാർലമെൻ്ററി രാഷ്ട്രീയ പാർട്ടികൾ, മാറി മറിച്ച പാർലമെൻ്ററി രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നിന്നുള്ള 2000 ശേഷം മാത്രം 56 ലക്ഷം ഏക്കർ കാടാണ് ഇല്ലാതാക്കിയത്. ഉത്തരാഖണ്ഡ് പ്രളയത്തിൻ്റെ ആ ഘട്ടത്തിൽ ഞാനിങ്ങനെ എന്നുള്ള ഒരു ഹിന്ദു പാത്രമായിട്ട് ഇങ്ങനെ വളർന്നു പോവുകയാണ്. നോക്കുമ്പോൾ തലശ്ശേരി എന്ന് പറഞ്ഞ നഗരത്തിൽ ആസ്മക്കൊരു ഒറ്റ മൂലിയായിട്ടുള്ള മരമുണ്ടായിരുന്നു. ഇത് വെട്ടുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു. ഞാൻ തടഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യും പോലീസുകാർ. അപ്പോൾ പഴയ നെക്സലൈറ്റുകളായിട്ടുള്ള സഖാക്കളാണ് പത്രപ്രവർത്തകർ. ഞാൻ വിളിച്ചു, ഞാനിപ്പം പറയും ഇവർ കല്ലെടുത്തെറിയും, നിങ്ങൾ വരണം. ഇത് ആസ്മയുടെ ഒറ്റ മൂലിയായിട്ടുള്ള മരമാണ്. 2 മരമേ ലോകത്തിലുള്ളൂ. അങ്ങനെ അപ്പോൾ എനിക്കും ഞാനന്ന് ഹിന്ദുവിൻ്റെ മുഖപത്രം വായിച്ചിട്ടുള്ള സമയമാണ്. ഉത്തരാഖണ്ഡ് പ്രളയം വന്ന സമയം. അതിൻ്റെ അകത്ത് ഞാൻ കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ ഇവരുടെ പേര് ഞാൻ ഭ്രാന്തനാണെന്നാണ്. അപ്പോൾ ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും അത് ഒരു സഖാവ് ഒരു മറ്റേ നെക്സലൈറ്റ് ആയിട്ടുള്ള സഖാവ് എന്നുള്ള അപ്പോഴേക്കും ഒരു ബോർഡ് വെച്ചിട്ട് പോയി. ഈ പാവത്തിന് ഇവരെ എതിരിടാൻ കഴിയില്ല. അത് CPM-ൻ്റെ ഗുണ്ടകളാണ് കയറുന്നത്. ഞാൻ മരമാണ് മനുഷ്യരെ, നിങ്ങൾ തളർന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തളർന്നു തരിക മാത്രമാണ് ചെയ്യുന്നത്. ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ നെക്സലൈറ്റ് സഖാവ് അവിടെ ബോർഡ് വെച്ചിട്ട് പോയി. എന്നെ നിങ്ങൾ കൊല്ലരുത്, എൻ്റെ കൈ വേണമെങ്കിൽ വെട്ടിക്കോ, എന്നെ നിങ്ങൾ കൊല്ലരുത് ബോർഡ് വെച്ചിട്ട് പോയി. അപ്പോൾ ഇത് ഞാൻ അറിയുന്നില്ല, ഈ സഖാവാണ് വെച്ചത്. കാരണം ഈ സഖാവിന് പേടിച്ചിട്ടുള്ള ബോർഡും വെച്ചിട്ടങ്ങ് പോയി. ഇതിൻ്റെ മേൽക്കെട്ടാണ് ഇവർ വെട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്നുള്ള പിന്നെ നമുക്ക് ഭയമില്ല. എനിക്ക് ഭയം എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത മനുഷ്യനാണ് എനിക്ക്. കാരണം നമ്മൾ സത്യം ഉയർത്തി പിടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ സഖാവ് എന്നുള്ള പഴയ നെക്സലൈറ്റാണ്. ഞാനപ്പോൾ ഇന്ന് സഖാക്കളെ വിളിച്ചു, സഖാക്കളെ വിളിച്ചു. ഞാനിപ്പോഴും തടയും, എത്രയും പെട്ടെന്ന് വരണം, പോലീസുകാരെ അറസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ഞാൻ കല്ലെടുത്തെറിയാൻ തുടങ്ങി, ഇറങ്ങടാതെ. അപ്പോഴേക്കും പത്രപ്രവർത്തകർ വന്നു. ഇവർ വിചാരിച്ചു ഭ്രാന്തനാന്ന് വിചാരിച്ചു, കോടാലി കൈയുണ്ട്. എന്നിട്ട് അവരെ ഇറങ്ങുമ്പോൾ അപ്പോഴേക്കും ആൾക്കാരെ മൊത്തം ഞാൻ വലിയൊരു പാറക്കഷത്തിൽ നിന്നു, എല്ലാവരെയും വിളിച്ചു. അപ്പോൾ ജനങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവർ എന്തോ ഭ്രാന്തനാന്ന് വിചാരിച്ച് ജനങ്ങളൊക്കെ കൂടി. അന്നേരം ഞാൻ ഈ ഉത്തരാഖണ്ഡ് പ്രളയത്തിൻ്റെ കാരണം 2000-ന് ശേഷം ഈ മുഖപ്രശ്നം പറയുന്നു. 2000-ന് ശേഷം ഹിമാലയത്തിൻ്റെ 54% കാടും ടൂറിസ്റ്റുകൾക്കും റിസോർട്ടുകൾക്കും കൂടിയും ധനികവർഗം ഇല്ലാതാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ അതിനു മുമ്പേയുള്ള കാട്ടിൻ്റെ അകത്ത് അട്ടിക്കണക്കിന് കാടുകളിൽ എല്ലാ മഴയും അബ്സോർബ് ചെയ്യുന്ന, ആഗിരണം ചെയ്യുന്ന സംവിധാനം ഇല്ലാതാവുകയും അങ്ങനെ ഈ മുതലാളിത്തത്തിൻ്റെ മുതലാളിത്തം എന്ന് പറഞ്ഞില്ല, മറിച്ച് ഈ ധനികവർഗത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് കുത്തിയൊലിച്ചുകൊണ്ട് സംഭവം നീങ്ങുക. അപ്പോൾ എന്താണ് പ്രശ്നം? എന്താണ് ജോസേട്ടൻ്റെ ആശയം? ഉൽപാദനത്തിൻ്റെ അകത്ത് മുതലാളിത്തത്തിനെ സംബന്ധിച്ചിട്ട് എന്താ പ്രശ്നം? അവർക്ക് ഭൂമി എന്ന് പറഞ്ഞ കൊച്ചു കോളത്തിൽ എത്ര മനുഷ്യന് വേണം, എത്ര കാറ് വേണം, എത്ര വീടുകൾ വേണം, എങ്ങനെയായിരിക്കണം വീട്, വസ്ത്രം, ഇങ്ങനെയുള്ള ഇപ്പം കേരളം എന്ന് പറഞ്ഞ കൊച്ചു 38,825 ചതുരശ്ര കിലോമീറ്ററിൽ എല്ലാവരും അത് സന്തുലിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തുകയാണ്, ഇതും കൂടി പറഞ്ഞ് നിർത്താം കേട്ടോ. സന്തുലിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എത്ര വയൽ വേണമെന്നും എത്ര കാട് വേണമെന്നും എത്ര വീടിൻ്റെ ഉയരം വേണമെന്നുമുള്ള ഒരു കാൽക്കുലേഷൻ നടത്താൻ മുതലാളിത്തം അശക്തമാണ്. ഇത് നടത്തേണ്ട ഒരേ ഒരു ശക്തി തൊഴിലാളി വർഗമാണ്.
അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് മുതലാളിത്തം നിറയിൽ എത്തപ്പെട്ടത് ഭൂമിയെ തെളിയില്ല. ഈ മുതലാളിത്ത സമ്പ്രദായം വ്യക്തിയുടെ പ്രശ്നമല്ല, മുതലാളിത്ത സമ്പ്രദായം തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചുനാക്കപ്പെട്ടാൽ മാത്രമേ വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടെയുള്ള ജനതയ്ക്ക് പറഞ്ഞാൽ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് നമ്മൾ എന്താ പറയുക, ഇതാണ് ജോസേട്ടൻ്റെ ആശയം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്തം ഇന്ന് നമ്മളോട് മുമ്പിൽ ചെയ്യുന്നത് മറ്റേ മതപരമായിട്ടും വംശീയപരമായിട്ടും ഭിന്നിപ്പിച്ചുകൊണ്ട് സ്വത്വവാദ രാഷ്ട്രീയം ഒരു ഭാഗത്ത് നടത്തുന്നു. ഇത് നമ്മൾ കരുതിയിരിക്കുകയും വർഗരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിപ്ലവത്തിൻ്റെ ജോസേട്ടൻ്റെ ഈ അനുസ്മരണത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ജോസേട്ടൻ്റെ രാഷ്ട്രീയം, വിപ്ലവ രാഷ്ട്രീയം, സന്ധിയില്ലാതെ സമരങ്ങൾ നടത്തുക, മുതലാളിത്തത്തിനെ കുഴിച്ചു മൂടുക. അങ്ങനെ എന്ന് പറഞ്ഞാൽ സമത്വസൂത്രമായ ലോകം 6500 വർഷം മുമ്പേ 31 ലക്ഷം കൊല്ലത്തോളം ചരിത്രത്തിൻ്റെ അകത്തുള്ള സമത്വസൂത്രമായ ലോകത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ജോസേട്ടൻ്റെ അനുസ്മരണത്തിനകത്ത് ജോസേട്ടൻ്റെ രാഷ്ട്രീയം നമ്മോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോസേട്ടൻ എന്ന് പറഞ്ഞ വിപ്ലവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക ജോസേട്ടൻ വിട്ടുപിരിയുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച കടമ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.